ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിൽ രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ സുപ്രീം കോടതി വിധി ഇന്ന്. ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചത് രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങൾ. റഫറൻസിൽ വിധി പറയുന്നത് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. 75,000 പേർക്ക് മാത്രം ദർശനം. സ്പോട്ട് ബുക്കിംഗ് 5,000 പേർക്ക്. നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച വരെ. ദർശനത്തിന് ഇന്നും വൻ തിരക്ക്. ബീഹാറിൽ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാവിലെ 11-ന്. മുഖ്യമന്ത്രി പദത്തിൽ നിതീഷ് കുമാറിന് ഇത് 10-ാം ഊഴം. സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി തുടരും. ക്യാബിനറ്റ് മന്ത്രിമാരിൽ സസ്പെൻസ് തുടരുന്നു. ഗാന്ധി മൈതാനിയിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനുവിന്റെ പകരക്കാരനെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രമുഖനെ കളത്തിലിറക്കുമെന്ന് കോൺഗ്രസ്. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ DCC നേതൃത്വം. SIR-ൽ നടപടികൾ വേഗത്തിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് സഹായം നൽകിയവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി കേന്ദ്ര ഏജൻസികൾ. അൽ-ഫലാഹ് സർവകലാശാലയിലെ 200-ഓളം പേർ നിരീക്ഷണത്തിൽ. ഭീകരർക്ക് പ്രാദേശിക പിന്തുണയുണ്ടോ എന്നതിൽ അന്വേഷണം. കശ്മീരിലുള്ളവരെ മുഴുവൻ സംശയനിഴലിൽ നിർത്തുന്നുവെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള.